നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം. ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ ഉത്താനപാദ രാജാവിന്റെയും സുനീതിയുടെയും പുത്രനായ ധ്രുവൻ, ആ ധ്രുവന്റെ ഭക്തിസാന്ദ്രമായ കഥയാണ് ധ്രുവചരിതം. ചിറ്റമ്മയായ സുരുചിയുടെ പരിഹാസത്തിൽ മനംനൊന്ത് രാജസഭയിൽ നിന്നും അവഗണിക്കപ്പെട്ട് ആ 5 വയസ്സുകാരനായ ധ്രുവൻ മാതാവായ സുനിതയുടെ ഉപദേശപ്രകാരം വിഷ്ണു ഭഗവാനെ തപസ് ചെയ്ത് ധ്രുവ പദവി പ്രാപ്തമാക്കുന്നതാണ് ഈ ദശകത്തിന്റെ ഉള്ളടക്കം. ദൃഢനിശ്ചയവും ഭക്തിയും, അചഞ്ചലമായ ഭക്തിയും ദൃഢനിശ്ചയവും ഉണ്ടെങ്കിൽ ഏതു വലിയ ലക്ഷ്യവും കൈവരിക്കാമെന്ന് ധ്രുവചരിതം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, സുനീതിയുടെ ക്ഷമയും സുരുചിയുടെ ആ അസൂയയും വലിയൊരു പാഠമായിട്ട് നമുക്ക് ഈ ഒരു ദശകത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഒന്നാമത്തെ ശ്ലോകം. നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃദാസ ത്വാമേവ നിത്യമഗതി ശരണം ഗദാഭൂത്. ഉത്താനപാദ നൃപതേഹേ മനു നന്ദനസ്യ ജായ ബഭൂവ സുരുചിഃ നിതരാം അഭിഷ്ട അന്യാ സുനീതിഃ ഇതി ഭർത്തുഃ അനാദൃത സാ ത്വാം ഏവ നിത്യം അഗതിഃ ശരണം ഗദാ അഭൂത്. ഉത്താനപാദ നൃപതേഹേ മനുനന്ദനസ്യ, സ്വയംഭുവ മനുവിന്റെ പുത്രനായ ഉത്താനപാദൻ എന്ന രാജാവിന് സുരുചിഃ ജായ, സുരുചി എന്ന ഭാര്യ, നിതരാം അഭിഷ്ട ബഭൂവ, വളരെ പ്രിയപ്പെട്ടവൾ ആയിരുന്നു. അന്യാ സുനീതിഃ ഇതി, ആദ്യ ഭാര്യയായ സുനീതി, ഭർത്തുഃ അനാദൃത, ഭർത്താവിനാൽ അനാദരിക്കപ്പെട്ടവളും ആയിരുന്നു. അഗതിഃ സാ നിത്യം, അങ്ങനെ അഗതിയായ അവൾ, ഭർത്താവിനാൽ അവഗണിക്കപ്പെട്ട് അഗതിയായ അവൾ നിത്യവും ത്വാമേവ ശരണം, അല്ലയോ ഭഗവാനെ അങ്ങേ മാത്രം ശരണം പ്രാപിച്ചുകൊണ്ട് ഗദാ അഭൂത്, അങ്ങനെ കഴിഞ്ഞു പോന്നു. മനുപുത്രനായ ഉത്താനപാദ മഹാരാജാവിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്തെ ഭാര്യയായ സുരുചി രാജാവിന് അത്യന്തം പ്രിയപ്പെട്ടവളായിരുന്നു. ആദ്യ ഭാര്യയായ സുനീതിയാകട്ടെ ഭർത്താവിന്റെ അവഗണനയാൽ നിരാലംബയായി തീർന്ന സുനീതി സദാസമയവും ഭഗവാനെ സ്മരിച്ച് കഴിഞ്ഞു പോന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ട അന്യാ സുനീതിരിതി ഭർത്തുരനാദൃദാസ ത്വാമേവ നിത്യമഗതി ശരണം ഗദാഭൂത്. ശ്ലോകം 2. അങ്കേ പിതു സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃഖില സുനീതി സുധോതിരോക്ഷ്യൻ ആജിക്ഷിവേ കില ശിശുസുതരാം സുരൂച്യ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയ. അങ്കേ പിതുഃ സുരുചിപുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവ കില സുനീതിസുതഃ അതിരോക്ഷ്യൻ ആജിക്ഷിവേ കില ശിശുഃ സുതരാം സുരൂച്യ ദുസ്സന്ധ്യജാ ഖലു ഭവത് വിമുഖൈഃ അസൂയ. പിതുഃ അങ്കേ, പിതാവിന്റെ മടിയിൽ, അതായത് അച്ഛന്റെ മടിയിൽ, സുരുചി പുത്രകം തം ഉത്തമം, സുരുചിയുടെ പുത്രനായ ഉത്തമൻ ഇരിക്കുന്നത് കണ്ട്, സുനീതി സുതഃ ധ്രുവഃ, സുനീതിയുടെ പുത്രനായ ധ്രുവൻ, കില അതിരോക്ഷ്യൻ, വല്ലാതെ ആഗ്രഹിച്ചു, തനിക്കും അതുപോലെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ അച്ഛന്റെ മടിയിലോട്ട് ഇരിക്കാനായിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. അത് കണ്ടിട്ട് സുരുചിക്ക് തീരെ സഹിച്ചില്ല. അത്രയും അസൂയാലുവായ അവള് ഈ ധ്രുവനെ വഴക്കു പറയുകയാണ്. ശിശുഹു സുരൂച്യ സുതരാം ആചിക്ഷുവേകില, ആ ശിശുവായ 5 വയസ്സു മാത്രം പ്രായമായ ആ കുഞ്ഞിനെ വളരെയധികം അധിക്ഷേപിച്ചു. ഭവത് വിമുഖൈഹി അസൂയ ദുസ്സന്ധ്യജാ ഖലു, അല്ലയോ ഭഗവാനെ, ഭഗവാനിൽ ഒട്ടും വിശ്വാസമില്ലാത്ത, ഭക്തിയില്ലാത്തവർക്ക് പിന്നെ എന്താണ് പാടില്ലാത്തത്? അസൂയ എന്നത് മാറ്റി നിർത്തുവാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. എനിക്ക് എന്റേത് എന്ന് ഇപ്രകാരമുള്ള ആ ചിന്തകളെ ഒഴിച്ചു നിർത്തുവാൻ ഭഗവാനിൽ ഒട്ടും ഭക്തിയില്ലാത്തവർക്ക്, ഭഗവാനിൽ വിമുഖതയുള്ളവർക്ക് സാധ്യമല്ലല്ലോ എന്ന് മേൽപ്പത്തൂർ ഇവിടെ മനോഗതം ചെയ്യുകയാണ് അവസാനത്തെ ആ ഒരു വരിയിലായിട്ട്. അങ്കേ പിതു സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുതോധിരോക്ഷ്യൻ ആജിക്ഷിവേ കില ശിശുസുതരാം സുരുച്യാം
ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയ. ശ്ലോകം 3. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാവീ സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഹ ഗതഃ നിജാംബാം സ അപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദം ഏവ ശരണം ശിശവേ ശശംസ. ദൂരം ദുരുക്തി നിഹതഃ. സുരുചി അധിക്ഷേപിച്ചപ്പോ വളരെയധികം വേദനയുണ്ടായി ധ്രുവന്. അങ്ങനെ സഹ അവൻ ത്വന്മോഹിതേ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മായയാൽ മോഹിതനായി തീർന്ന ദാരവശ്യയെ ഭാര്യയെ ഭയന്നു നിൽക്കുന്ന പിതരി പശ്യതി സ്വന്തം പിതാവിനെ കണ്ടിട്ട് വളരെയധികം ദുഃഖമുണ്ടായി ധ്രുവന്. അച്ഛൻ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ, അമ്മ ഇങ്ങനെ തന്നെ വഴക്കു പറഞ്ഞു, തന്നെ വഴക്കു പറഞ്ഞിട്ട് അച്ഛൻ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള ആ സങ്കടം സഹിക്കാൻ വയ്യാതെ നിജാംബാം ഗതഃ അത്യധികം സങ്കടത്തോടെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. സാ അഭി പിന്നീട് ഈ കാര്യങ്ങളെല്ലാം അമ്മ ചോദിച്ചു മനസ്സിലാക്കി. അതിനുശേഷം അമ്മ ഉപദേശിക്കുകയാണ്, എല്ലാ മനുഷ്യർക്കും അവരവരുടെ കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ. താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലം താൻ തന്നെ അനുഭവിക്കണം. അതുകൊണ്ടാണ് ഈ ഭാഗ്യഹീനയായ എന്റെ വയറ്റിൽ വന്നു പിറക്കുവാൻ നിനക്ക് അവസരമുണ്ടായത്. അത് നമ്മൾ സഹിച്ചേ മതിയാവൂ. ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയില്ല എന്നും മറ്റും പറഞ്ഞു ഭഗവാന്റെ മാഹാത്മ്യങ്ങള് പറഞ്ഞുകൊടുത്തു ഉണ്ണിക്ക്. ശിശവേ ശശംസ. ത്വന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹത സഗതോ നിജാംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. ശ്ലോകം 4. ആഗമ്യ സോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ നഗരാത് കില പഞ്ചവർഷ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ സ്വാമാരരാധ തപസാ മധുകാനനാന്തേ. ആകർണ്യ സഹ അപി ഭവത് അർച്ചന നിശ്ചിതാത്മാ മാനി നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗഃ ത്വാം ആരരാധ തപസാ മധു കാനനാന്തേ. സഹ അപി പിന്നീട് ആ ധ്രുവനാകട്ടെ പഞ്ചവർഷഃ 5 വയസ്സു മാത്രം പ്രായമുള്ള ആ ധ്രുവൻ അതെടുത്തു പറയുകയാണ്. കാരണം മാനീകില അവൻ വളരെ അഭിമാനിയുമായിരുന്നു, വളരെ ബുദ്ധിയുള്ള കുട്ടിയായിരുന്നു ധ്രുവൻ. അതുകൊണ്ട് തന്നെ തന്റെ പിതാവിന്റെ മുന്നിൽ വെച്ച് ചെറിയമ്മ ഇങ്ങനെ അധിക്ഷേപിച്ചത് അവന് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. അതാണ് പറയുന്നത് മാനീകില അഭിമാനിയുമായ ആ ബാലൻ ആകർണ്യ അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഭവത് അർച്ചന നിശ്ചിതാത്മാ എന്തായാലും ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ച് ഇതിനുള്ള ഒരു പ്രതിവിധി കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് നഗരാത് നിരേത്യ ആ കൊട്ടാരത്തിന് വെളിയിൽ വന്നിട്ട് അമ്മ പറഞ്ഞു കൊടുത്ത ഭഗവത് മാഹാത്മ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് നനച്ചിങ്ങനെ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ അങ്ങനെ ഇപ്രകാരം പോകുമ്പോൾ ആ ഭഗവത് മഹാത്മ്യങ്ങളെല്ലാം അറിഞ്ഞ കുട്ടി കാണുന്നവരിൽ എല്ലാം ഭഗവാനെ കണ്ടു. അങ്ങനെ എല്ലാവരുടെയും പാദ നമസ്കാരം ചെയ്താണ് ആ കുട്ടി പോവുക. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് നാരദനെയും കണ്ടുമുട്ടുന്നത്. ആ നാരദന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് കാര്യങ്ങൾ അന്വേഷിച്ച നാരദ മഹർഷിക്ക് 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്നറിയുവാനായിട്ട് പരീക്ഷിച്ചു നോക്കി. അവന്റെ ആ നിശ്ചയം കണ്ടിട്ട് ഉറച്ച മനസ്സിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ നാരദ മഹർഷി എപ്രകാരമാണ് തപസ്സനുഷ്ഠിക്കേണ്ടതെന്നും ഏതാണ് മന്ത്രമെന്നും എവിടെയാണ് ചെയ്യേണ്ടതെന്നും മറ്റും അവൻ ഉപദേശിച്ചു കൊടുത്ത് അവിടെ നിന്നും പോയി. അങ്ങനെ നാരദ മഹർഷിയിൽ നിന്ന് മന്ത്രവും സ്വീകരിച്ചിട്ട് മധുകാനനാന്തേ മധുവനം എന്ന കാട്ടിൽ എത്തി തപസാ ത്വാം ആരരാധ അല്ലയോ ഭഗവാനെ അങ്ങേ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അവൻ തപസ് ആരംഭിച്ചു. ആഗമ്യ സോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീ നിരേത്യ
ദൈത്യനഗരാത് കില പഞ്ചവർഷ സന്ദൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗ ത്വാമാരരാധ തപസാ മധുകാനനാന്തേ. ശ്ലോകം 5. താദേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തൗ ബാലസ്ത്വതർപ്പിതമനാക്രമവർദ്ധിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. താദേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തൗ ബാലഃ ത്വത് അർപ്പിതമനഃ ക്രമവർദ്ധിതേന നിന്നെ കഠോര തപസാ കില പഞ്ചമാസാൻ. താതേ വിഷണ്ണ ഹൃദയേ, വെറും ബാലകനായ മകന്റെ ആ വനവാസത്തിന് താനും കാരണക്കാരനായല്ലോ എന്ന ചിന്തയാൽ പശ്ചാത്താപ വിവശനായി തീർന്ന രാജാവിനെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന നഗരിം ഗതേന ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തവും. ഇപ്രകാരം എല്ലാം സംഭവിക്കണമെങ്കിൽ അതിനെല്ലാം നിയോഗമാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ഇതെല്ലാം മുന്നേ കൽപ്പിതമാണ്. ഇതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ധ്രുവന്റെ ആ ഒരു തപസ്സിന് ഭംഗം വരാതെ അവന് നല്ലത് സംഭവിക്കാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നിപ്രകാരമൊക്കെ പറഞ്ഞ് രാജാവിനെ ആശ്വസിപ്പിച്ചതിനു ശേഷം നാരദ മഹർഷി അവിടെ നിന്നും പോയി. അതേ അവസരത്തിൽ ബാലഹ, ആ ബാലൻ ധ്രുവനാകട്ടെ ത്വത് അർപ്പിത മനഃ, ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് ക്രമവർദ്ധിതേന കഠോര തപസ, ക്രമമായി തപസ്സിന്റെ ആ കാഠിന്യം വർദ്ധിപ്പിച്ചുകൊണ്ട് പഞ്ചമാസാൻ 5 മാസം നിന്നേകില കഴിച്ചുകൂട്ടി. അങ്ങനെ ഭഗവത് ചിന്തയിൽ മുഴുകിപ്പോകുന്ന ധ്രുവന് കാണുന്നതെല്ലാം നാരായണനായിട്ടാണ് തോന്നിയത്. അങ്ങനെ വഴി വെച്ച് നാരദൻ കണ്ടുമുട്ടി. ധ്രുവൻ നാരദ മഹർഷിയുടെ കാൽക്കൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു. 5 വയസ്സായ കുട്ടിക്ക് തപസ്സിനുള്ള ശക്തിയുണ്ടോ എന്ന് പരീക്ഷിച്ച് സംതൃപ്തനായ നാരദ മഹർഷി ധ്രുവന് മന്ത്രോപദേശം നൽകി. ദ്വാദശാക്ഷരി മന്ത്രമാണ് കുട്ടിക്ക് ഉപദേശിച്ചു കൊടുത്തത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഈ മന്ത്രം ചൊല്ലി തപസ്സനുഷ്ഠിക്കേണ്ടത് എപ്രകാരമാണെന്നും എങ്ങനെയാണെന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ധ്രുവൻ യമുനാ നദിയുടെ തീരത്തുള്ള മധുവനമാണ് തപസ്സിന് പറ്റിയ സ്ഥലമായിട്ട് തെരഞ്ഞെടുത്തത്. യമുനാ നദിയിൽ കുളിച്ച് സൂര്യോദയം കണ്ട് ഗുരുവിനെയും ഇഷ്ടദേവതയെയും ഒക്കെ ധ്യാനിച്ച് തപസ്സാരംഭിച്ചു. ആദ്യത്തെ 1 മാസം 3 ദിവസം കൂടുമ്പോൾ 1 പ്രാവശ്യം മാത്രം ഫലങ്ങൾ എന്തെങ്കിലും ഭക്ഷിച്ചു. 2ാമത്തെ മാസത്തിൽ 6 ദിവസം കൂടുമ്പോൾ 1 നേരം ഇലകൾ എന്തെങ്കിലും ഭക്ഷിച്ചു. 3ാം മാസത്തിലോ 9 ദിവസം കൂടുമ്പോൾ 1 ദിവസം 1 നേരം മാത്രം പാനീയം മാത്രം കഴിച്ചു പോന്നു. 5ാം മാസത്തില് വായു പോലും ഉപേക്ഷിച്ചു. 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ തപസ്സിന്റെ ആ കാഠിന്യത്താൽ, അതാണ് കഠോര തപസ്സ എന്ന് പറഞ്ഞത്, വായു പോലും നിശ്ചലമായി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. താദേ വിഷണ്ണ ഹൃദയേ നഗരിം ഗതേന ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തൗ ബാലത്വദർപ്പിതമനാക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. ശ്ലോകം 6. താവത്തബോബല നിരുച്ഛസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയത് കരുണാർദ്രചേതാ ത്വദ്രോപചിദ്രസനിലീനമദേ പുരസ്താദ് ആവിർഭവോവിത വിഭോ ഗരുഡാധിരൂഢ. താവത്തബോബല നിരുച്ഛസിതേ ദിഗന്ധേ ദേവാർത്തിത ത്വം ഉദയത് കരുണാർദ്രചേതാഃ ത്വദ്രൂപചിദ്രസനിലീന മദേഹേ പുരസ്താദ് ആവിർബഭൂവിത വിഭോ ഗരുഡാധിരൂഢ. താവത് തപോബല നിരുച്ഛസിതേ ദിഗന്ധേ, താവത് അനന്തരം, തപോബല നിരുച്ഛസിതേ ദിഗന്ധേ 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയുടെ തപസ്സിന്റെ കാഠിന്യത്താല് വായുവിന് പോലും ചലനമില്ലാതെയായി. അങ്ങനെ സങ്കടമുണർത്തിക്കാനായി എല്ലാ ദേവന്മാരും കൂടി ഭഗവാന്റെ അടുത്തെത്തുകയാണ്. ദേവാർത്തിതസ്ത്വമുദയത് കരുണാർദ്രചേത, അല്ലയോ ഭഗവാനെ, അങ്ങനെ കരുണാലുവായിരിക്കുന്ന അങ്ങയുടെ, ദയാർദ്രനായിരിക്കുന്ന അങ്ങയുടെ സമക്ഷം വന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണമെന്ന് അർത്ഥിക്കുകയും ചെയ്തു. അതായത് ദേവന്മാരെല്ലാവരും കൂടി ആദ്യം ബ്രഹ്മാവിന്റെ സമക്ഷം ചെന്നു.
ബ്രഹ്മാവ് അവരെയും കൂട്ടി മഹാദേവന്റെ അടുത്ത് എത്തി. ആ കുഞ്ഞിന്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന രൂപം ഭഗവാൻ നാരായണന്റേതാണ്. അപ്പോൾ അവരോട് ഭഗവാൻ അരുളി ചെയ്തു, ഉത്താനപാദ മഹാരാജാവിന്റെ പുത്രനായ ധ്രുവന്റെ തപസ്സിന്റെ ആ കാഠിന്യം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അവന്റെ തപസ്സു മതിയാക്കി ഞാൻ അവന് വേണ്ടുന്ന വരങ്ങള് നൽകാം. അങ്ങനെ നിങ്ങളുടെ സങ്കടം തീരും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു വിട്ടതിനു ശേഷം ത്വദ്രൂപചിദ്രസനലീനമദേഹേ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ രൂപം മാത്രം മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെ ലീനമായിരിക്കുന്ന ആ ധ്രുവന്റെ പുരസ്താത് മുന്നിലേക്ക് ആവിർബഭൂവിധ വിഭൂ ഗരുഡാതിരൂഢ. ധ്രുവൻ മനസ്സിലുറപ്പിച്ചിരിക്കുന്ന രൂപം ഹരിരൂപമാണ്. അതിൽ തന്നെ ലയിച്ചിരിക്കുന്ന ആ ധ്രുവന്റെ സമീപത്തേക്ക് ഗരുഡാതിരൂഢനായി ആവിർബഭൂവിധ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. താവത്തബോബല നിരുച്ഛസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയത് കരുണാർദ്രചേതാ തുദ്രൂപചിദ്രസനിലീനമദേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. ശ്ലോകം 7. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിതരേണ തഥാദരേണ. ത്വദ്ദർശിത പ്രമദഭാര തരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നം ഇവ രൂപരസായനേ തേ തുഷ്ടൂഷമാണം അവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാൻ അസി ദരേണ തഥ ആദരേണ. ത്വദ്ദർശിത പ്രമദഭാരതരംഗിതം. അങ്ങനെ ഭഗവാന്റെ ദർശനം കൊണ്ടുണ്ടായ അത്ഭുത ആനന്ദരസം നിറഞ്ഞ കണ്ണുകളോടെ, ആ മനസ്സോടെ, ആ ഭഗവാന്റെ രൂപ സൗകുമാര്യത്തിൽ അങ്ങനെ ലയിച്ച് നിമഗ്നമായ കണ്ണുകളോടെ തുഷ്ടൂഷമാണം അവഗമ്യ, അങ്ങനെ ഭഗവാനെ സ്തുതിക്കുവാൻ പോലും മറന്നവനായിട്ട് നോക്കി നിൽക്കുന്ന ധ്രുവനെ കണ്ടിട്ട് അത് മനസ്സിലാക്കിയ ഭഗവാൻ കപോലദേശേ, അവന്റെ കവിൾത്തടത്തിൽ ദരേണ, തന്റെ കൗമുദകി എന്ന ശംഖുകൊണ്ട് തഥാധരേണ, വളരെ ആദരപൂർവം മൃദുവായി സംസ്പൃഷ്ടവാനസി, അവിടെ നിന്ന് സ്പർശിച്ചു. അങ്ങനെ ഭഗവാന്റെ ആ ദർശനം കൊണ്ടുണ്ടായ അത്ഭുതാനന്ദരസം നിറഞ്ഞ ആ മനസ്സോടെ അങ്ങനെ ഭഗവാന്റെ ആ രൂപത്തെ, ആ രൂപ സൗകുമാര്യത്തെ അങ്ങനെ നോക്കി, അങ്ങനെ നിമഗ്നമായ മനസ്സോടെ, കണ്ണുകളോടെ, സ്തുതിക്കുവാൻ പോലും മറന്ന് അങ്ങനെ നിൽക്കുന്ന ആ ധ്രുവനെ കണ്ടിട്ട് ഭഗവാൻ വാത്സല്യത്തോടെ ആ ശബ്ദ ബ്രഹ്മാത്മകമായ പാഞ്ചജന്യം എന്ന ശംഖിനാൽ അവന്റെ കവിൾത്തടത്തിൽ മന്ദമായി തലോടി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിതരേണ തഥാദരേണ. ശ്ലോകം 8. താവദ്വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷതാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. താവത് വിബോധ വിമലം പ്രണുവന്തം ഏനം ആഭാഷതാ ത്വം അവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. താവത് വിബോധ വിമലം. അങ്ങനെ ഭഗവാന്റെ ആ ഒരു സ്പർശനത്താൽ ആ ശബ്ദ ബ്രഹ്മാത്മകമായ പാഞ്ചജന്യം എന്ന ശംഖിനാൽ അവന്റെ കവിൾത്തടത്തിൽ വാത്സല്യത്തോടെ തലോടി എന്ന് പറഞ്ഞു. ആ ഒരു സ്പർശന മാത്രയിൽ മാലിന്യങ്ങളെല്ലാം അകന്ന് ശുദ്ധനായി തീർന്ന ആ ധ്രുവൻ പിന്നീട് പ്രണുവന്തം ഏനം, ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിക്കുവാൻ തുടങ്ങി. അങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന ധ്രുവനെ കണ്ടിട്ട് ഭഗവാൻ തദീയ ഭാവം അവഗമ്യ, അവന്റെ മനസ്സിലെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് ത്വം ആപാശത, അല്ലയോ ഭഗവാനെ, അങ്ങ് ഇപ്രകാരം പറഞ്ഞു. ചിരം രാജ്യം സമനുഭൂയ, ധ്രുവ, നീ വളരെ കാലം രാജ്യഭാരം അനുഭവിച്ചിട്ട് ഭൂയഹ, പിന്നീട് ധ്രുവപദം സർവോത്തരം വിനിവൃത്തിഹീനം, ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ പുനരാവൃത്തിഹീനമായിരിക്കുന്ന പരമമായ പദം, ആ ധ്രുവപദം ഭജസ്വ, പ്രാപിച്ചാലും
താവദ്വിബോധവിമലം പ്രണുവന്തമേനം ആഭാഷദാസ്ത്വമവഗമ്യ തദീയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ശ്ലോകം 9. ഇത്യൂചുഷി ത്വയി ഗതേ നൃപനന്ദനോऽസൗ ആനന്ദിതാഖിലജനോ നഗരീമുപേത രേമേ ചിരം ഭവദനുഗ്രഹപൂർണകാമ താദേ ഗതേ ച വനമാദൃതരാജ്യഭാര ഇതി ഊജുഷി ത്വയി ഗതേ നൃപനന്ദനഃ അസൗ ആനന്ദിത അഖിലജനഃ നഗരിം ഉപേത രേമേ ചിരം ഭവദ് അനുഗ്രഹ പൂർണകാമഃ താദേ ഗതേ ച വനം ആദൃത രാജ്യഭാരഃ ത്വയി ഇതി ഊജുഷി ഗതേ. അങ്ങനെ സംതൃപ്തനായ ഭഗവാൻ എല്ലാവരാലും പൂജിതനായി 26,000 വർഷം ശത്രുക്കളില്ലാതെ സിംഹാസനത്തിൽ നിന്ന് രാജ്യം ഭരിക്കുവാനുള്ള ആ വരം നൽകി. ഇത് കേട്ട് സന്തോഷഭരിതനായിട്ടുള്ള ധ്രുവൻ പറഞ്ഞു, ഭക്തിപൂർവം ഭഗവാന്റെ ആ പാദസേവ ചെയ്തുകൊണ്ട് നല്ലവരിൽ വെച്ച് നല്ലവനായിട്ട് സർവ്വലോകങ്ങളും കണ്ട് സർവത്തിനും മുകളിലായിട്ട് സർവകാലത്തിനും സർവജ്ഞനായി വാഴുന്നതിന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ എന്ന് വരം കൊടുത്ത് ഭഗവാൻ അപ്രത്യക്ഷനായി. അങ്ങനെ നാരദമുനിയിൽ നിന്നും വിവരങ്ങളെല്ലാം അറിഞ്ഞ ഉത്താനപാദൻ കാട്ടിൽ നിന്നും തിരിച്ചു വരുന്ന ധ്രുവനെ പരിവാര സമേതം തേരിൽ കയറ്റി രാജധാനിയിലേക്ക് കൊണ്ടുപോന്നു. അങ്ങനെ നഗരവാസികളെയെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് ആ ധ്രുവൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തി. അങ്ങനെ പിന്നീട് ധ്രുവനെ രാജാവായി അഭിഷേകം ചെയ്തു. അതിനുശേഷം ഉത്താനപാദ രാജാവ് വാനപ്രസ്ഥം സ്വീകരിച്ചു. ധ്രുവൻ ധർമ്മിഷ്ഠനായി തന്നെ രാജ്യം ഭരിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഇത്യൂചുഷി ത്വയി ഗതേ നൃപനന്ദനോऽസൗ ആനന്ദിതാഖിലജനോ നഗരീമുപേത രേമേ ചിരം ഭവദനുഗ്രഹ പൂർണകാമ താദേ ഗതേ ച വനമാദൃതരാജ്യഭാര. ശ്ലോകം 10. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈസ യുദ്ധനിരതോ വിരതോ മനൂക്ത്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാ ധനധാതുപേത ത്വത്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ. യക്ഷേണ ദേവ നിഹതേ പുനഃ ഉത്തമേ അസ്മിൻ യക്ഷൈഃ സഹ യുദ്ധനിരതഃ വിരതഃ മനു ഉക്ത്യാ ശാന്ത്യാഃ പ്രസന്നഹൃദയാഃ ധനദാത് ഉപേദാത് ത്വത്ഭക്തിം ഏവ സുദൃഢാം അവൃണോൻ മഹാത്മാ. ഹേ ദേവ, അല്ലയോ ഭഗവാനെ, പുനഃ പിന്നീട് അസ്മിൻ ഉത്തമേ ധ്രുവന്റെ ജ്യേഷ്ഠനായ ഉത്തമൻ യക്ഷേണ നിഹതേ സതി ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ട അവസരത്തിൽ സഹ അദ്ദേഹം ആ ധ്രുവൻ യക്ഷൈഹി യുദ്ധനിരതഃ യക്ഷന്മാരോട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. എന്നാൽ മനു ഉക്ത്യ തന്റെ പിതാമഹനായ സ്വയംഭുവ മനുവിന്റെ ഉപദേശപ്രകാരം വിരതഃ ആ യുദ്ധത്തിൽ നിന്നും പിന്മാറി. ശാന്ത്യ പ്രസന്ന ഹൃദയാത് അതിൽ നിന്ന് പിന്മാറിയതിൽ പ്രസന്ന ഹൃദയനായ ഉപേദാത് ധനദാത് യക്ഷന്മാരുടെ അധിപതിയും ധനേശ്വരനുമായ കുബേരൻ വൈശ്രവണൻ ആഗ്രഹിക്കുന്ന വരം ആവശ്യപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. മഹാത്മാ ആ മഹത് വ്യക്തിയായ ധ്രുവൻ സുദൃഢാം ത്വത്ഭക്തിം ഏവ എനിക്ക് സുദൃഢമായ ആ ഭക്തി, അതായത് ഭഗവാനിൽ ഉറച്ച ഭക്തി ഒഴികെ മറ്റൊന്നും വരമായി വേണ്ട എന്ന് അവൃണോത് ആവശ്യപ്പെട്ടു. ധ്രുവന്റെ സഹോദരനായ ഉത്തമൻ ഒരിക്കൽ കാട്ടിൽ നായാട്ടിനായി പോയി ഒരു യക്ഷനാൽ കൊല്ലപ്പെട്ട അവസരത്തിൽ അദ്ദേഹം യക്ഷന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ യുദ്ധം നീണ്ടുപോയി. മുത്തച്ഛനായ മനു വന്ന് ഉപദേശിച്ചു. മാത്രമല്ല ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാന്റെ ആ ഒരു യുക്തിയുക്തങ്ങളായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ധ്രുവൻ ആ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു. ഉത്തമനും സുരുചിക്കും നേരിട്ട വിപത്ത് വിധിമതമാണ്, അത് ആർക്കും തടുക്കാനാവുന്നില്ല എന്ന് ഭഗവാൻ അരുളി ചെയ്തു. ഇത് കേട്ട ധ്രുവൻ ഭഗവാനെ സ്തുതിച്ച് ഒരു വരം കൂടി ഭഗവാനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. തന്റെ സമസ്ത അപരാധങ്ങളും പുറത്ത് മാപ്പാക്കി തരണമെന്നും ഭഗവാന്റെ ഈ രൂപം എന്റെ മനസ്സിൽ നിന്നും മായാതെ ഇരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ, എങ്ങനെ ഒരു വരം മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ വരവും നൽകി ഭഗവാൻ അപ്രത്യക്ഷനായി. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈസ യുദ്ധനിരതോ വിരതോ മനൂക്ത്യാ ശാന്ത്യാ പ്രസന്ന ഹൃദയാ ധനധാതുപേത
त्वद्भक्तिम् एव सुदृढामवृणोन्महात्मा. ശ്ലോകം 11. അന്തേ ഭവത്പുരുഷനീതവിമാനയാദോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലനലോലതീസ്ത്വം വാദാലയാധിപനിരുന്ധി മമാമയൗഘാൻ. അന്തേ ഭവത്പുരുഷനീത വിമാനയാതഃ മാത്രാ സമം ധ്രുവപദേ മുദിതഃ അയം ആസ്തേ ഏവം സ്വഭൃത്യജനപാലന ലോലധീഃ ത്വം വാദാലയാധിപ നിരുന്ധി മമ ആമയൗഘാൻ. അന്തേ അയം, അങ്ങനെ ആ യുദ്ധത്തിനൊടുവിൽ ഒരുപാട് കാലം രാജ്യം ഭരിച്ചു ധ്രുവൻ. അതിനുശേഷം ഭവത് പുരുഷ നീത വിമാനയാതഃ, ഭഗവാന്റെ പാർഷദന്മാർ വിമാനവുമായി എത്തി മാത്രാസമം ധ്രുവന്റെ മാതാവോടൊപ്പം ധ്രുവപദേ, ആ ധ്രുവപദത്തിൽ മുദിതഃ ആസ്തേ, അങ്ങനെ ഇപ്പോഴും സന്തുഷ്ടചിത്തനായി നക്ഷത്ര രൂപത്തിൽ വസിക്കുന്നു. ഏ വാദാലയാധിപ, അല്ലയോ ഗുരുവായൂരപ്പ, ഏവം സ്വഭൃത്യജനലോലധീഹി, പ്രകാരം സ്വന്തം ഭക്തന്മാരുടെ പാലനത്തിൽ അത്യന്തം തൽപരനായ അല്ലയോ ഭഗവാനെ, അവിടുന്ന് മമ ആമയൗഘാൻ, എന്റെ രോഗങ്ങളെയെല്ലാം നിരുന്ധി, ഇല്ലാതെയാക്കിയാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്രുവചരിതം എന്ന ദശകം ഇവിടെ മേൽപ്പത്തൂർ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ധ്രുവൻ പിന്നീട് യുദ്ധം കഴിഞ്ഞ് തിരിച്ച് കൊട്ടാരത്തിലെത്തി യജ്ഞങ്ങൾ പലതും നടത്തി കീർത്തി വർദ്ധിപ്പിച്ചു. അങ്ങനെ 26,000 വർഷം രാജ്യം ഭരിച്ച ശേഷം മകനായ ഉത്കലനെ രാജാവായി വാഴിച്ചു. അതിനുശേഷം വാനപ്രസ്ഥത്തിൽ ഏർപ്പെട്ട് ബദരിയാശ്രമത്തിലെത്തി. അവിടെ വെച്ച് വിഷ്ണു പാർഷദന്മാരായ സുനന്ദനും നന്ദനും സുവർണ രഥവുമായി വന്ന ധ്രുവനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭഗവാൻ അദ്ദേഹത്തിന് ആകാശത്തിലെ വടക്കുഭാഗത്ത് എല്ലാത്തിൻ്റെയും മുകളിലായി എല്ലാവർക്കും കാണത്തക്ക വിധം സ്ഥാനവും നൽകി. ആ ധ്രുവൻ ഇന്നും നക്ഷത്രമായിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ കാണാറുണ്ട്. സപ്തർഷികൾ എന്നൊരു നക്ഷത്ര സമൂഹമുണ്ടല്ലോ അവിടെ. അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ധ്രുവ നക്ഷത്രം. അങ്ങനെ ഈ പ്രകാരം പറഞ്ഞ് മേൽപ്പത്തൂർ ഈ ഒരു ധ്രുവചരിതം ഇവിടെ അവസാനിപ്പിക്കുന്നു. അന്തേ ഭവത് പുരുഷനീത വിമാനയാദോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലനലോലധീസ്ത്വം വാദാലയാധിപ നിരുന്ധി മമാമയൗഘാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.